പ്ലസ് ടുവിന് പഠിക്കുന്ന കാലത്ത് രാവിലെ റെഡിയായി വന്നിട്ട് അടുക്കളയിലേക്ക് ഒരു ചോദ്യമുണ്ട്, ഇന്നെന്താണ് ഉമ്മ കഴിക്കാനെന്ന്. അപ്പം ഉമ്മ പറയും, ഒന്നിലെ പുട്ടും പയറ്, പുട്ടും കടല, പുട്ടും പഴം, അങ്ങനെ എന്തെങ്കിലും കേട്ടോ. പണ്ടേ പുട്ടിന് കേൾക്കുന്നതിന് എനിക്കൊരു ചടപ്പായിരുന്നു. കാരണം ഇത്രയ്ക്കും പുട്ടിനോട് എന്താണ് അഡിക്ഷൻ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് ഉണ്ടാക്കാനായിട്ട് തോന്നുന്നത് പുട്ടാണെന്ന്. പിന്നെ ചെറിയ രീതിയിലൊരു പുട്ടിൻ്റെ ഫാനായിട്ട് മാറി. അവിടെ നിന്ന് തിരികെ ഒമാനിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റൻറ്റ് പുട്ടിൻ്റെ പൊടിയായതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാനുള്ള പുട്ടിൻ്റെ പൊടി കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടും എന്നൊരു വ്യത്യാസമുണ്ടോ എനിക്ക് ഇവിടെ വന്നപ്പോൾ തോന്നിയത്. ഇത് കുറച്ച് മാർക്കറ്റിൽ നേരത്തെ അവൈലബിൾ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റേ പൊടിയാണ്, ഇത് അരിപ്പൊടി നമ്മുടേത്. അത് ജസ്റ്റ് വാട്ടിയെടുത്തിട്ട് ഒന്ന് നമ്മൾ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്ന ആ പുട്ടിൻ്റെ ടേസ്റ്റ് ഒന്നും ഇതിലില്ലെങ്കിലും സംഗതി ഇത് കുക്ക് ചെയ്തെടുക്കാൻ കുറച്ച് എളുപ്പമാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിന് കറി വല്ല ബീഫോ ചിക്കനോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് പോകും. അപ്പം ഞാൻ എന്താ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്നുമല്ല, നമുക്ക് പുട്ടും പഴമാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചായിട്ട് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മുടെ ഇതിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ഒന്ന് മാറ്റി പിടിക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് കഴിച്ചിട്ട് വരാം. അടുത്ത വീഡിയോയിൽ കാണാം.